ഷാർജയിൽ താമസിച്ച് ദുബൈയിൽ ജോലി ചെയ്യുന്നവർ ജോലിസ്ഥലം കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് റോഡിലെ ട്രാഫിക് തിരക്കിലായിരിക്കും. ഷാർജ ദുബൈ റൂട്ടിൽ ദിവസവും വാഹനം ഓടിക്കുന്നവർക്ക് വർഷത്തിൽ 460 മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഫെഡറൽ നാഷണൽ കൗൺസിൽ പുറത്തുവിട്ട കണക്ക്. 460 മണിക്കൂർ എന്നാൽ 60 പ്രവൃത്തി ദിവസങ്ങൾക്ക് തുല്യം. ഒപ്പം ദുബൈയിൽ ദിവസേന 1.2 മില്യൺ കാറുകൾ എത്തുന്നുവെന്നാണ് കണക്ക്. 1.5 വർഷം മുമ്പ് ഇത് 8,50,000 ആയിരുന്നു. ദുബൈ ട്രാഫിക് ആൻഡ് ലൈസൻസിംഗ് വകുപ്പ് ഓരോ ദിവസവും ഏകദേശം 4,000 പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകളും നൽകുന്നുണ്ട്. ഫെഡറൽ നാഷണൽ കൗൺസിൽ മെമ്പർ അദ്നാൻ അൽ ഹമദിയാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരം കാണാൻ എമിറേറ്റുകളുടെ ലോക്കൽ ഗവൺമെന്റുമായി ചേർന്ന് പഠനം നടത്തി സമഗ്രമായ പദ്ധതി വികസിപ്പിക്കാൻ ആലോചിക്കുമെന്ന് ഊർജ്ജാടിസ്ഥാന സൗകര്യ വികസന മന്ത്രി സുഹൈൽ അൽ മസ്രോയി ഹമദിക്ക് മറുപടിയായി പറഞ്ഞു. ഷാർജയിൽ നിന്ന് രാവിലെ 6:30 ഇറങ്ങിയെങ്കിലേ 8:30 കൂടിയെങ്കിലും ദുബൈ മീഡിയ സിറ്റിയിലെ ഓഫീസിലെത്തുകയുള്ളൂ എന്ന് ഷാർജയിലെ പല താമസക്കാരും പറയുന്നു. 10-15 മിനിറ്റ് ദൂരമുള്ള ദുബൈയിലെ ദേരയിലേക്കുള്ള യാത്രയും 1 മണിക്കൂറും അല്ലെങ്കിൽ 1.5 മണിക്കൂറും സമയമെടുക്കുമെന്നും പല താമസക്കാരും പറയുന്നുണ്ട്. കുറച്ച് വൈകി രാവിലെ ഇറങ്ങിയാൽ വൈകുന്നത് മണിക്കൂറുകളോളം. വൈകിട്ട് തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയാണെങ്കിൽ 6 മണിക്ക് ജോലി കഴിഞ്ഞാലും പലരും പള്ളികളിലും ജിമ്മിലും ചെലവഴിച്ച് രാത്രി 9 മണിയോടെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. ട്രാഫിക് തിരക്കിൽ കിടക്കുന്ന സമയം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. അപ്പോഴേക്കും 1 മണിക്കൂർ കൊണ്ടെങ്കിലും വീട്ടിലെത്താൻ കഴിയും. അല്ലെങ്കിൽ 2 മണിക്കൂറാണ് കുറഞ്ഞത് സമയമെടുക്കുന്നതെന്നും താമസക്കാർ പറയുന്നു. എമിറേറ്റുകൾക്കിടയിലെ ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ പദ്ധതി വരുന്നതോടെ താമസക്കാർക്ക് വലിയ ആശ്വാസമാകും.